നമസ്കാരം കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് തയ്യാറാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ മധുരം എന്ന 5-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഊണിന്റെ മേളം. കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം തുള്ളലിൽ നിന്നെടുത്തതാണ് ഈ പാഠഭാഗം. എന്താണ് ആദ്യ ഭാഗത്ത് പറയുന്നത്? വിഭവസമൃദ്ധമായ ഒരു സദ്യയെ കുറിച്ചാണ്. അടുത്ത ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? പാലും തൈരും മോരും പലവക കോലാഹലതരമെന്തുര ചെയ്യാം. കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ, കൊണ്ടാ പഴമെന്നങ്ങൊരു ദിക്കിൽ. ചക്കപ്രഥമൻ കൊണ്ടാ വളരെ, ശർക്കരയുണ്ടകൾ 50 കൊണ്ടാ. പച്ചടി കൊണ്ടാ കിച്ചടി കൊണ്ടാ, പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ടാ. മധുരക്കറിയോ മധിതക്കറിയോ, മതി മതി പോരാ കോരിക്കൊണ്ടാ. രുക്മിണി സ്വയംവരം, കുഞ്ചൻ നമ്പ്യാർ. നമുക്കിതിന്റെ അർത്ഥം നോക്കിയാലോ? ആദ്യത്തെ ഭാഗത്തിൽ ഊണിനുള്ള വിഭവങ്ങളെ പറ്റി നമ്പ്യാർ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു, അല്ലേ? ഒരുപാട് വിഭവങ്ങൾ ഉള്ളത് കാരണം എല്ലാം പറയാൻ നേരം പോരാ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഇനിയുള്ള ഭാഗത്ത് നമ്പ്യാർ പറയുന്നത് ഊട്ടുപുരയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബഹളത്തെ പറ്റിയാണ്. ഭക്ഷണപ്രിയരായ ആൾക്കാരുടെ കൊതിയും ആർത്തിയുമാണ് കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെല്ലാമാണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാമോ? പാലും തൈരും മോരും പലവക കോലാഹലതരം എന്തുര ചെയ്യാം. പാലും മോരും തൈരുമൊക്കെ പല വിഭവങ്ങളായി വന്നു നിരന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൊതിയും ആവേശവും കാരണം ഊട്ടുപുരയാകെ ബഹളമായി. കൊണ്ടാ പപ്പടം എന്നൊരു ദിക്കിൽ, കൊണ്ടാ പഴമെന്നങ്ങൊരു ദിക്കിൽ. ഒരിടത്തു നിന്ന് പപ്പടം വേണമെന്ന് പറയുമ്പോൾ മറ്റൊരിടത്തു നിന്ന് പഴത്തിനായി വിളിക്കുന്നു. ചക്കപ്രഥമൻ കൊണ്ടാ വളരെ, ശർക്കരയുണ്ടകൾ 50 കൊണ്ടാ. ചക്കപ്രഥമനും ശർക്കര പ്രഥമനും വീണ്ടും വീണ്ടും ആളുകൾ രുചിയോടെ തിന്നു തീർത്തു. പച്ചടി കൊണ്ടാ കിച്ചടി കൊണ്ടാ, പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ടാ. പച്ചടിയും കിച്ചടിയും അതോടൊപ്പം പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്. പറ എന്നാൽ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, തടി കൊണ്ടുണ്ടാക്കിയ ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു അളവ് പാത്രമാണ്. മധുരക്കറിയോ മധിതക്കറിയോ, മതി മതി പോരാ കോരിക്കൊണ്ട. മധുരക്കറിയും അതുപോലെ തന്നെ വെള്ളം ചേരാത്ത മോര് കൊണ്ടുണ്ടാക്കിയ മധിതക്കറിയും പോരാ പോരാ എന്ന് പറഞ്ഞ് ആളുകൾ വീണ്ടും വീണ്ടും വരുത്തിച്ച് കഴിച്ചു രസിക്കുന്നു. രുചികരമായ ആഹാരം നമ്മെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്നും ആഹാരത്തിന്റെ വിവിധമായ രുചികൾ നമ്മുടെ ഭക്ഷണശീലത്തെ എത്രമാത്രം സമ്പന്നമാക്കുന്നുവെന്നും നമ്പ്യാരുടെ ഈ കവിതയിൽ നിന്നും മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായോ? തുള്ളൽ എന്ന കലാരൂപത്തെ പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ കൊതിയൂറുന്ന പുതിയ വിഭവങ്ങളെ കുറിച്ച് പഠിക്കാനും നിങ്ങൾക്ക് സാധിച്ചു. എല്ലാവരും പാഠഭാഗം മുഴുവനായി ഈണത്തിൽ ചൊല്ലി നോക്കണം. ഇനി നമുക്ക് ചില പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ? ആദ്യത്തേത്, കണ്ടെത്താം എഴുതാം. ഏതൊക്കെ ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? എഴുതി നോക്കൂ. എന്തൊക്കെ വിഭവങ്ങളാണ്? ചോറ്, പപ്പടം, ചേനക്കറി, പച്ചടി, കിച്ചടി, നാരങ്ങാക്കറി, പായസം എന്നിങ്ങനെ ഒട്ടനവധി കറികൾ ഉണ്ടല്ലേ? ബാക്കി നിങ്ങൾ കണ്ടെത്തി എഴുതണം. അടുത്ത ചോദ്യം എന്താണ്? ചർച്ച ചെയ്യാം. വിശേഷ അവസരങ്ങളിൽ ഇന്ന് നാം ഒരുക്കാറുള്ള ഭക്ഷണം കാവ്യഭാഗത്ത് പറയുന്നത് പോലെ തന്നെയാണോ?
എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വന്നിട്ടുള്ളത്? ഇത് നമുക്ക് ഗുണകരമാണോ? ചർച്ച ചെയ്യൂ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വിശേഷ ദിവസങ്ങളിൽ നാം വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാറുണ്ട്. പണ്ടുകാലത്ത് നമുക്ക് ചുറ്റും ലഭിച്ചിരുന്ന മായം കലരാത്ത സാധനങ്ങൾ ഉപയോഗിച്ചാണ് ആഹാരം പാകം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഫാസ്റ്റ് ഫുഡിനെയാണ് നാം പ്രധാനമായും ആശ്രയിക്കുന്നത്. മായം കലർന്ന ഇവ ഓരോന്നും നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. അപ്പോൾ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം നമുക്ക് നല്ലതാണോ? അല്ല അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? പട്ടികപ്പെടുത്താം. കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ താഴെ കൊടുത്ത രീതിയിൽ പട്ടികപ്പെടുത്തി നോക്കൂ. വേവിച്ചത് എന്തൊക്കെയാണ്? ചോറ്, പപ്പടം, ചേനക്കറി, പച്ചടി. വേവിക്കാത്തത് നേന്ത്രപ്പഴം, തേൻ, നെയ്യ്, പാൽ. കൂടുതൽ വിഭവങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണേ. അടുത്തത് രുചി കുറിക്കാം. കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ രുചിക്കനുസരിച്ച് തരംതിരിക്കാം. മധുരമുള്ളത് ഏതൊക്കെയാണ്? ശർക്കര വരട്ടി, നേന്ത്രപ്പഴം, ചക്കപ്രഥമൻ, അടപ്രഥമൻ, പാനകം. എരിവുള്ളതോ? ചേനക്കറി, ഇഞ്ചിപ്പച്ചടി. പുളിയുള്ളതോ? നാരങ്ങാക്കറി, മാങ്ങാപ്പച്ചടി, മധിതക്കറി. നിങ്ങൾ എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ നന്നായി വായിച്ചു നോക്കണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.